ഓരോ ടൈറ്റിൽസ് ഉണ്ട്. അമലോത്ഭവ മാതാവ്, നിത്യകന്യക, ദൈവമാതാവ്, മാതാവ് ടൈറ്റിൽസാണ്. ഇനി മാതാവിൻ്റെ പക്ക ഏറ്റവും ക്യാപിറ്റൽ ടൈറ്റിൽ എന്താ? ആ ക്യാപിറ്റൽ ടൈറ്റിൽ പുതുതായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അത് ഓൾറെഡി ബൈബിൾ ഇൻബിൽറ്റാണ് ക്യാപിറ്റൽ ടൈറ്റിൽ. എന്താണത്? ദ മദർ ഓഫ് ജീസസ്. അപ്പം അമ്മയ്ക്ക് വേറെ ടൈറ്റിലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് കാലഘട്ടങ്ങളിലൂടെ വന്ന ആശയവിവാദങ്ങൾക്ക് സഭയെടുത്ത നിലപാടുകളിലൂടെ വന്ന ടൈറ്റിലുകളാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ ടൈറ്റിൽ എന്ന് പറയുന്നത് മദർ ഓഫ് ജീസസ് ആണ്. ഈ മദർ ഓഫ് ജീസസ് ആണ് കൃപാസനത്തിലെ അമ്മയെന്ന് പറയണത്. എന്താ കാര്യം? അത് കാനായിലെ കല്യാണ കുടുംബത്തിലുണ്ടായിരുന്ന അമ്മയാണ്. ആ അമ്മ തന്നെയാണ് കുരിശിൻ്റെ ചുവട്ടിലെ അമ്മ. എന്താണ്? ഇതാ നിൻ്റെ അമ്മ. യേശുവിൻ്റെ അമ്മയാണ് യേശു നമ്മൾക്ക് നൽകിയത്. എപ്പോഴാണ് നൽകണത്? യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് ഒരു 2 സെക്കൻഡ് മുമ്പാണ് ഈ അമ്മയെ പ്രഖ്യാപിക്കുന്നത്. എന്താണ്? ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, നിങ്ങളും എൻ്റെ കൂടെ വരും. അതിന് നിത്യതയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി എന്നെ ഈ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ഇവിടം വരെ എത്തി എൻ്റെ സഹയാത്രികയായ സഞ്ചാരി മാതാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ബിഹോൾഡ് യുവർ മദർ. ഇതാ നിൻ്റെ അമ്മ. ഈ അമ്മ ഈശോ ഏൽപ്പിച്ചു തന്ന അമ്മയാണ് കൃപാസന മാതാവ്. ഈ അമ്മയാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ. ഈ അമ്മയാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ സുവിശേഷ സാക്ഷിയാക്കുകയും ഒടുവിൽ നിത്യതയിൽ നമ്മൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പരിശുദ്ധ മറിയ തമ്പുരാൻ്റെ അമ്മയെ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്ന അമ്മ. കയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.